ചെറിയ കീറി ഞാൻ എല്ലായ്പ്പോഴും ചെയ്യാറുള്ളതാണ്. ഉള്ളത് കൊണ്ട് ചെയ്യടാ. സോ ഗൈസ് എല്ലാവർക്കും വീട്ടോക്സിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് ഇമ്പോസ്റ്റർ ചാലഞ്ച്. ബാക്കി പറ. ഗൈസ് അപ്പോൾ തീർന്നില്ലേ ഗൈസ്? അപ്പോൾ ഇന്നത്തെ നമ്മളെല്ലാരും കളിക്കാൻ പോകുന്നത് നമ്മള് കുറെ നാൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഇമ്പോസ്റ്റർ ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. എത്ര നാൾക്ക് ശേഷമാണ് നമ്മൾ ഇമ്പോസ്റ്റർ? 3 മാസം. 2 ആഴ്ച ആയിട്ടുള്ളൂ. അല്ല, അത് നമ്മൾ ഡ്രോയിങ് ഇമ്പോസ്റ്റർ ചലഞ്ച് ചെയ്തായിരുന്നു. ഇമ്പോസ്റ്റർ ചലഞ്ച് ഒരു 1 month ആയിട്ടുണ്ടോ? 2 months ആയി കാണും. ഇല്ല, 1 month ആയിട്ടുണ്ടോ? 1 month ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വേണ്ട, അത് കുറവാ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇതിന് പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ, ഇനി പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ കൊമ്പച്ച റൂൾസ് പറയാം. ഇതിന്റെ റൂൾസ് പറയും. ജാബിയാണ് ഈ ഗെയിം കണ്ടുപിടിച്ചത്. ഞങ്ങൾക്ക് ആർക്കും പറയാൻ നിങ്ങളൊക്കെ വേണം ഇപ്പൊ ഗൂഗിൾ നോക്കി കണ്ടുപിടിക്കാം. ചലഞ്ചിനകത്ത് പറഞ്ഞിട്ട് അത് പോയി കണ്ടുപിടിക്കും. ആ ഒരു സാധനം നമ്മൾ എന്റെ സ്ക്രീനിൽ കൊടുക്കുക. അത് പോയി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കണ്ടിട്ട് അവിടുന്ന് റൂൾസ് കണ്ടിട്ട് തിരിച്ച് നമ്മുടെ വീഡിയോ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഗൈസ്, ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. പറഞ്ഞില്ലേ ഗൈസ്, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ബൂട്ട് ക്യാമ്പില് വക്രി വന്നു. ഞാനും ജാബിച്ചേട്ടനും വന്നു ഒരുമിച്ച്. എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല. ഇന്നലെ ലോകം വിളിച്ചായിരുന്നു അതെ ഗൈസ്, ഈ ആഴ്ച വരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജാബിച്ചേട്ടാ എത്ര നാൾ എവിടെ ആയിരുന്നു ജാബിച്ചേട്ടാ? ഇനി നമുക്കൊരു ഡോക്യുമെന്ററി വീഡിയോയിലേക്ക് പോവാം. കുടുംബമായി, കുട്ടികളായില്ലേ? ഒരു കുഞ്ഞിക്ക ആവാറായി. തൂക്കിയിട്ടോണ്ട് വയറല്ലേ ഉള്ളത് കൊണ്ട് ചെയ്യടാ. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. വെച്ചിടിപ്പിച്ചാലൊന്നും നടക്കൂല. നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം 10-35 വയസ്സുള്ള മനുഷ്യന്, പക്ഷെ ഓഡിയൻസിനോടൊന്നും പറയുന്നില്ല. സ്റ്റിൽ 25 എന്നൊക്കെയാ പറയുന്നത്. Bro, I am still 26. ഇന്നലെ 25 ആയിരുന്നു. ഇതെങ്ങനെ ഓരോ ദിവസമാണോ? എവിടെ വെച്ച് നോക്കുമ്പോ ബ്രോയുടെ കറക്റ്റ് ഏജ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യുക. ഓഡിയൻസിനോട് പറയുന്നത് ഭയങ്കര ഫേക്ക് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ചിലരൊക്കെ DM ചെല്ലാൻ നേരത്തെ 25 യങ് 30 മുകളിലുണ്ട് ഗൈസ്. 30 വസന്തം 90 കിടക്കുക. അതിനുള്ള ഉദാഹരണമാണ് ഇപ്പഴും യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കാണ്. മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് പല സാധനങ്ങളും മേടിക്കുന്നത്. ഫേസ്ബുക്ക് റോസിലേക്ക് എനിക്ക് മറ്റേ റോസിന്റെ ഒരു പ്രിയ സുഹൃത്തെ കലിപ്പന്റെ സുഹൃത്തെ, നിനക്കിന്ന് ജനക്രോഡി റോസ് ഡേ. പാരറ്റിന്റെ ഇത് പിന്നെ ചലഞ്ച് മാറി പോവാണ്. സോറി ഗൈസ്, ഡോക്യുമെന്ററി നമുക്ക് നേരെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ആക്ടറാണ്, മലയാള ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രമുഖ. കണ്ട ചെരുപ്പിട്ട് കൊടുത്ത സീനൊക്കെ ഉണ്ട്. മീശ പിരിക്കുന്നുണ്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഗാനഭൂഷണം, നെയ്യാറ്റിൻകര. ഈ ഇടക്ക് പുള്ളി ഒന്ന് ഒരു ഫോട്ടോ എടുത്തപ്പോ വൈറലായാറ്. ഇയാളുടെ മകൻ ഇടയ്ക്ക് സിനിമയിലൊക്കെ അഭിനയിക്കും. അല്ല എപ്പോഴും സിനിമ അഭിനയിക്കുന്നവരാ?
സ്ക്രീൻ പ്രസൻസ്. ആ ആളെ പറ്റി വർണ്ണിക്കാനല്ല പറഞ്ഞത്. കണ്ടുപിടിക്കുക, അങ്ങനെയുള്ളൊരു ക്യാരക്ടർ കുറവാ. ഒരു മകളും ഉണ്ട്. ഈ ഒരു ആക്ടർ പാട്ടൊക്കെ പാടും. പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നീ പറ. എനിക്കാളെ കിട്ടി. ഈ അടുത്ത് അത്യാവശ്യം കിടിലം പടം പുള്ളി ഇറങ്ങിയിട്ടുണ്ട്. എന്തൊരു സാധനമാ പറയാ. ഇയാള് 2020 സിനിമയിലുണ്ട്. ഓ വളരെ റയറായല്ലോ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ എന്തായാലും പുള്ളീനെ ഒന്ന് വർണ്ണിക്കാം. മുണ്ടാണ് മെയിൻ. ചെരിവാണ് മെയിൻ. സ്റ്റാർട്ടിങ് തോന്നുന്നത് കഴിഞ്ഞ്. വെയിറ്റ് ഫസ്റ്റ് നീ പറയണ്ട. ആരെയും പോസ്റ്റർ ഇയാളാ? ജാബി. നീയാ? ജാവിച്ചേട്ടൻ. ജക്ടർ. നീയാ? സൂപ്പർ. എനിക്കെന്തോ ഒരു സസ്യടിച്ചു. ഇമ്പോസ്റ്റർ ഞാന്. നീ പറഞ്ഞില്ല ഞാൻ ചെരുവുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി ആദ്യമേ തന്നെ മോലല്ലാന്ന്. അങ്ങനെയാണോ? ഇമ്പോസ്റ്ററുടെ ക്യാരക്ടറല്ല. ഞാൻ ഞാൻ എന്ത് പറയണോ? ഞാൻ ഇമ്പോസ്റ്ററിനെ കുറിച്ച് പറയണോ? ഇമ്പോസ്റ്റർ കണ്ണ് കാണത്തില്ല, മോഹൻ ഞാൻ പറയണ. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ പറയണം. അതങ്ങനെ തർക്കിക്കല്ലേ. ഇതിപ്പോ നമ്മൾ എടുക്കാൻ 5-6ാമത്തെ വീഡിയോയാ. ശരിക്കും നമുക്ക് ഇതില് വേറെ ആളുടെ ഇതാണ് 5 പോയിന്റ് കിട്ടിയേ. 5, 1, 2, 3, 4. ഞാൻ ഒരിക്കലും ഇയാളെ പ്രതീക്ഷിച്ചില്ല. കാരണം ഇയാൾ ശരിയൊക്കെ ഉണ്ടെന്നാണ്. അപ്പൊ ഞാൻ അടുത്ത് പോയില്ല. ബ്രോ പറഞ്ഞോ. ഇത് ഒരു ജില്ലയാണ്. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അന്ന് അവിടെ കുറെ ബിൽഡിങ്സ് ഉണ്ട്. ഇത് ഇന്ത്യയുടെ അകത്തുള്ളൊരു സ്ഥലമാണ്. അത് അവൻ പറഞ്ഞു. അത് ബിൽഡിംഗ്. ഞാൻ പറഞ്ഞ ബിൽഡിംഗ് ഉണ്ടെന്നാ. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാ സ്ഥലവും ഫേമസ് അല്ലേ? അല്ല, ഇത് കുറച്ച് ഫേമസ് ആണ്. ഇപ്പോഴാണ് ഇപ്പോഴാ കറക്റ്റ്. ഈ ഒരു ജില്ല വെച്ചിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്. എനിക്ക് അവിടുത്തെ ആൾക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ കത്തും. എനിക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഓ അങ്ങനെ എന്റെ അമ്മ നാട് അവിടെ. നീ എന്താ എനിക്കറിയാലോ. ഇന്നലെ കൂടി വീട്ടുകാർ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അതാ ഇന്നലെ കൂടെ വന്നിട്ട് പറഞ്ഞോളൂ. നിന്റെ മമ്മി അത് ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ ആൾക്കാര് പണ്ട് കുറച്ച് ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഏത് നാട്? ഇതവിടെ അവരാവശ്യമില്ലാത്തതിനൊക്കെ അടി ഉണ്ടാക്കണ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളെല്ലാരും ഡൗട്ട് തീർക്കട്ടെ. ലേസാണ് മെയിൻ. പപ്പടാണ് മെയിൻ. അവിടുത്തെ കായൽ സ്പോട്ടൊക്കെ ഭയങ്കര അട്രാക്റ്റീവാ. അടിയാണ് ഇമ്പോസ്റ്റർ ഞാൻ പറയട്ടെ. അങ്ങനെ പറയില്ല. നീയാ? വെയിറ്റ് ഞാൻ കൊമ്പാച്ചൻ.
എന്തെങ്കിലും പറയണ്ടോ നീ? അല്ലല്ല ഞാൻ കൊമ്പാച്ചിന്റെ ഞാൻ പറയണ വക്കേ. നീ പറഞ്ഞു കഴിഞ്ഞു. മാറ്റാൻ പറ്റില്ല. ഇല്ല ഞാനിവൻ മാറ്റാൻ പറ്റില്ല. പറഞ്ഞേ അല്ല, നീ പറഞ്ഞു കൊമ്പനാന്ന്. അബി എന്ന് പറഞ്ഞു കോട്ടെ അബി ഞാൻ വക്രി. ആരാ? ഞാനാ. എനിക്ക് അറിയായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ പേരല്ലോ പിന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഞാൻ വിചാരിച്ചു അങ്ങാറ് പോയി വല്ല കൊല്ലല്ലേ നിങ്ങൾ? ഇങ്ങനത്തെ ഇതൊന്നും വെക്കരുത്. ലേസ് പറഞ്ഞപ്പോ ഈ മണ്ടന് മനസ്സിലായില്ലേ പൊട്ടനാണ്. ഇതോടെയില്ലേ? ഇതെങ്കിലും ഇമ്പോസ്റ്റർ എനിക്ക് കിട്ടണേ. ഇതുവരെ ഇമ്പോസ്റ്റർ രണ്ട് കളിയിൽ 8 പോയിന്റ്. ഇത് പോയി നോക്കണ്ട. അതാണ് എനിക്ക് ഇതൊക്കെ ഇത് ചെയ്യുമ്പോ ഓർമ്മ വരുന്നത് ചെക്കൂന്. ഇത് ജക്ടറിന്റെ മെയിൻ ആണ്. ഇത് ജക്ടർ മിക്കപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ജക്ടർ ഇടക്ക് ചെയ്യാറുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും ചെയ്യാറുള്ളതാണ്. അതെല്ലാം മിക്കപ്പോഴും ചെയ്താണ്. ജക്കുവിന് ഇത് വലിയ ഇഷ്ടമാണ്. ജക്ടറിന്റെ നല്ല സുഗന്ധമാണെന്നാണ് അയാൾ പറയാറുള്ളത്. അയാൾ സ്വയം പറയാറുള്ളത്. പെർഫ്യൂമാ ജക്ടറായിട്ട് ഇതിനെ ഒരു അഭിമാനമായിട്ടാണ്. പത്മശ്രീ ജക്ടർ അതിടക്ക് കയ്യിൽ പിടിക്കാറുണ്ട്. ഞാനിത് ചെയ്യുമ്പോ കൊമ്പം വന്ന് കുപ്പിയിൽ അത് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ആ എനിക്ക് യൂസ് ചെയ്യ. അതെന്ത് സാധനം കുപ്പിയിൽ സ്റ്റോർ ചെയ്തോട്ടോടെ? ഇങ്ങനെയായിരുന്നു ഫേസ്. ജക്കു ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ അഭിനയം കാഴ്ചവെക്കുന്നത്. ആ സ്റ്റോറി ചെയ്തുകൊണ്ട് പോണ ജക്ടറിനെ ഇടയ്ക്ക് തുറന്ന് മണത്ത് നോക്കാറുണ്ട്. ഇത് ജക്കു ഡെയിലി യൂസ് ചെയ്യും. ജക്ടർ ഇത് ചെയ്തിട്ട് പിന്നെ ആരോടും മിണ്ടാണ്ട് ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതല്ല എന്റെ തലയിൽ എല്ലാരും ഇടും. ഇല്ല കഴിഞ്ഞു. ഇത് പറയട്ടെ അബി. എനിക്ക് നിന്നെ തന്നെ ഡൗട്ട്, പിന്നെ ഇയാളെ ഡൗട്ട് ഉണ്ട്. ഇയാള് ഫസ്റ്റ് റൗണ്ട് പറഞ്ഞത് എന്തോ എനിക്ക് കണക്ട് ആയില്ല. പക്ഷേ ലാസ്റ്റ് നീ പറഞ്ഞെന്താ യൂസ് ചെയ്യുമെന്ന്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ ഇയാൾക്ക് കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ജക്ടർ എല്ലാരും ജക്ടറിനെ ടാർഗറ്റ് ചെയ്തു. ജക്ടർ നീ എനിക്കും ജക്ടറിനെയാ. കാരണം എന്താ പറഞ്ഞു കൈ പിടിക്കും. കാരണം the imposter is Abhi. സാധനം തന്നെ. അബി 3 പ്രാവശ്യവും നമ്മളെല്ലാം പറഞ്ഞിട്ട് അവനത് ഉണ്ടാക്കുമായിരുന്നു പല കാര്യങ്ങളും. ഇതെന്ത് സാധനം തരുന്നു? പിന്നെ എന്ന് പറഞ്ഞ അവന്റെ ബോഡി ഫുള്ളായിട്ടേ 2 റൗണ്ടിലും ഇല്ലാത്ത എനിക്ക് തനിക്ക് ആദ്യ റൗണ്ട് കിട്ടാത്ത നിങ്ങളെന്താ പിന്നെ പറയുന്നത്? ഞാൻ പറഞ്ഞു പറയുമ്പോ അപ്പൊ അത് ഒച്ചുണ്ടാക്കാൻ തുടങ്ങി. നമ്മളെ കൂടെ മറ്റേ ഇവോൾവ് ചെയ്യാന്ന് പറഞ്ഞു. അതിലൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നില്ല. യൂസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ഡൗട്ട്. സാധനം എന്താന്ന് പറഞ്ഞോട്. അല്ല അതൊന്നും
പാവം. എന്തിനാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന മിഷൻ ബൂട്ട് ക്യാമ്പിലുണ്ട്. പാനിക്കായില്ലേ? ബൂട്ട് ക്യാമ്പിലുള്ള സാധനം എന്താ? നമ്മളെല്ലാരും ഉണ്ട്. എനിക്കായല്ലോ. കണ്ണീരെടുത്ത് ആ കണ്ണീര് കുഴപ്പമില്ല. പറ ഗെയിം കളിക്കും. പുറത്ത് അത്യാവശ്യം കുറച്ച് ഫേമസ് ആണ്. ഒരു നല്ല മനസ്സിന്റെ ഉടമ, നിഷ്കളങ്കന, കുഞ്ഞി കണ്ണുകളാ. ഫസ്റ്റ് റൗണ്ടിലെ പൊക്കിയെന്ന് ആലോചിക്കുമ്പോഴാ പറങ്ങോട്ട് പെട്ടെന്ന് കുറച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. സത്യസന്ധന അത് പറഞ്ഞതാണ്. പുറത്തു പോകുമ്പോ ആൾക്കാര് വന്ന് സെൽഫി ഒക്കെ എടുക്കും. എല്ലാരും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാ. കൂടെ സ്റ്റൈലും ചിരിയ കടിയനാ. ഇടയ്ക്ക് പാട്ടൊക്കെ പാടും. അതെ അതെ ശരിയാ. അത് ശരി. പറഞ്ഞോ. എന്താ ഇടക്ക് ഭയങ്കര സ്റ്റൈലാ. ഉയരങ്ങളിൽ എത്തേണ്ടവനാ. അതെ അതെ പറഞ്ഞോ. സമൂഹത്തിലും ബൂട്ട് ക്യാമ്പിന്റെ അകത്തും ആളൊരു നല്ല മനുഷ്യനാ. അപ്പൊ ഞാൻ ആളെ പറയണ്ടേ? അബി. ബക്രിയല്ല, അബി. ജാബി അല്ലേ? ജാബി. എനിക്ക് ഡൗട്ടായിരുന്നു. ജാബി. ഞാൻ പറയട്ടാ ഞാനാ ആണോ? നീയാ? പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ അഭിനയിച്ച മണ്ട? നീയാണിപ്പോ ശരിക്കും മണ്ടനായത്. അവനല്ലേ ഇത്ര പോയിന്റ് കിട്ടുന്നേ. നീ എന്ത് മണ്ടത്തിനാ കാണിക്കുന്നേ? നീ എന്തിനാ നമ്മളെ ഡ്രോപ്പ് ആക്കണേ? ശരിക്കും പറഞ്ഞാൽ അറിയാതെ ഒന്നും ഞാൻ നീ അപ്പൊ എന്തിട്ടൊക്കെ പറഞ്ഞു? സ്റ്റൈലും ചിരിയാ, കുഞ്ഞിക്കണ്ണുകളാ, നല്ലൊരു മനുഷ്യനാ. ഞാൻ ബൂട്ട് ക്യാമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞ എന്തിനാണെന്നറിയാവോ? അപ്പൊ അത് മനുഷ്യനാണോ എന്തൊരു സാധനമാണോ എന്തെങ്കിലും ആവാൻ പറ്റും. മനസ്സിലായോ? മനുഷ്യനാണെന്ന് കൊടുക്കരുത്. മനുഷ്യാന്നുള്ള സാധനം കൊടുക്കരുത്. അതിന് വേണ്ടി ഞാൻ പറഞ്ഞേ. നിങ്ങളാ ശരിക്കുള്ള സ്റ്റൈലും ചിരിയാ. തിരിച്ചടിച്ചേട്ടാ. ഞാനുടനെ എനിക്കത് അത്ര പെട്ടെന്ന് ഇഞ്ചക്ട് ചെയ്യാനും വലിയ ടൈം ഉണ്ടായില്ല. അപ്പഴേ എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ അഭിയാണെന്ന്. ഞാൻ പോട്ടെ, എനിക്കിതുവരെ പോസ്റ്റർ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2-3 കളി പോസ്റ്റർ കിട്ടിയിട്ടില്ല. നല്ല മനസ്സ് മനെടുത്താ ഞാൻ പറയണല്ലേ? ഇല്ല, ഞങ്ങൾ പറയാം. എന്തേ പറ. ആലോചിക്കട്ടെ. ആലോചിച്ചോ സമയമുണ്ട്. കൊടുക്കുന്ന രീതിയിലുള്ള കുറച്ച് ടഫ് സാധനം ഈ ലോകത്തുള്ളൊരു സാധനമാണ്. ഓ സൂപ്പർ. പിന്നെ ഇത് മനുഷ്യനെ പോലെ ഇടക്ക് കാണാറുണ്ട്. ഇത് ചില സമയത്ത് മനുഷ്യന്മാരുടെ പോലെ, ചില സമയത്ത് മൃഗങ്ങളുടെ പോലെ. രാവിലെ കാണത്തില്ല, രാത്രി ചെക്കൻ്റെ കൂടെ കാണാറുണ്ട്. ചെങ്കാറ് ശാന്ത, പാലാരിയുടെ സാബു, വളരെ മനസ്സിലാ.
ഈ ഒരു സാധനത്തിന് ആരെങ്കിലും പറഞ്ഞോ ഈ ലോകത്തുള്ളതാണ് അത് ഇല്ലാത്ത സാധനമില്ലല്ലോ. മനുഷ്യൻ പറഞ്ഞില്ലേ ഈ മനുഷ്യന് വെള്ളയും ചുവപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കളേഴ്സ്. ജഡ്സനെ കാണുമ്പോ ഒരു കടി കൂടുതൽ. അവള് പേടിക്കും ചിലപ്പോ. നിങ്ങളാ ഫ്രണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് ഇയാളല്ലേ? എനിക്കിഷ്ടം. പല്ലുണ്ട്, എന്നാ മൂക്കുണ്ട്, എന്നിട്ട് അതൊന്നും പറ്റില്ല കേട്ടോ. കണ്ണുണ്ട്. അത്രേ ഉള്ളൂ. അടുത്ത പറ. മുടിയുണ്ട്, നാക്കുണ്ട്, നാക്കുണ്ട്, കണ്ണുണ്ട്, തൊലി. ഇത് എപ്പോഴൊന്നും കാണത്തില്ല രാത്രികളിൽ, എല്ലാ ദിവസവും. അല്ലേ നീ കാണാറുണ്ട്? അല്ല അല്ല നീ പറയണ്ട. എന്താ ജാവി ഞാൻ ആലോചിച്ചേ. എന്നിട്ട് ഇപ്പൊ ആലോചിക്ക ഇടയ്ക്ക് രാത്രി വരാറുള്ളത് അഭി കാണുന്നത് അതാരായിരുന്നു? രാത്രി വരും, അഭി കാണും, പല്ലുള്ള ചില സിനിമകളിലുണ്ട്. എനിക്കിത് ആവാൻ ഭയങ്കര ഇഷ്ടം. ഓ അവന്റെ കാര്യം 144p ഏകദേശം പോലെയൊക്കെ ഇരിക്കും. ഒരു പ്രത്യേകതരം ഉടുപ്പുണ്ട്. എനിക്ക് തോന്നിയത് നിനക്കാ? ഇല്ല, ഇതിപ്പോ പറയുന്നത് ബക്രി. ബ്രോയ്ക്ക് പറ തന്റെ. ഞാനിങ്ങനെ പറഞ്ഞ ഒന്നും ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞെന്നാ ഞാൻ പറയണ. പക്ഷെ ഞാൻ എനിക്ക് മാറ്റാണ്ട്. ഇല്ല. ജാബി. പിന്നെ ജാബി. ജാവി ചേട്ടൻ. ഞാനും ജാബി, പക്ഷെ ഇമ്പോസ്റ്റർ ഞാനാ. നിങ്ങൾ കണ്ട അവിടെ പോയിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാനാണെങ്കിൽ ഞാൻ ഇമ്പോസ്റ്റർ എന്നോട് എനിക്ക് മനസ്സിലായിട്ടാ. ആമ്പേർ എന്താന്ന് അറിഞ്ഞൂടാ. ഡീറ്റെയിൽ ആക്കരുത് കേട്ടാ. കാരണം ഇമ്പോസ്റ്ററിന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽ ആക്കി. ഇവരുണ്ടല്ലോ അതിന്റെ പല്ലിന് ഇത്തിരി സ്ട്രെങ്ത്. പല്ലിന്റെ കാര്യം ഞാനവിടെ പല്ല് ഇവിടെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ പല്ല് ഈ ലോകത്ത് കാണുന്നു പറഞ്ഞു. അത് ഡീറ്റെയിൽ ആണോ? ഈ ലോകത്താണ് ഡീറ്റെയിൽ അല്ല, ഈ ലോകത്തുള്ളത് പറഞ്ഞു. അതന്നെ തെറ്റാ. പിന്നെ എന്ത് പറയണായിരുന്നു? മനുഷ്യനെ പോലെ കാണപ്പെടുന്നു. ഇല്ല, ലോകത്തില്ല. എന്താന്ന് അറിയില്ല. ഇത് യൂണിവേഴ്സിലെ പോലും ഇല്ലേ? ഇത് അതൊരു ഫിക്ഷൻ ക്യാരക്ടറാണ്. അതാണ് തെറ്റ്. അതവൻ അറിയാൻ മനസ്സിലായി. ഇനി അതിനകത്തല്ലോ എനിക്ക് കിട്ടിയതാ. എടാ അതുകൊണ്ടല്ലാന്ന് നിനക്ക് കിട്ടായിട്ടല്ല. അല്ല എനിക്ക് വാമ്പേർ അത് മനസ്സിലായി. എനിക്ക് വീണ്ടും 4 മിനിറ്റ് പോയിന്റ്സ് പോയി കഴിഞ്ഞാണ്ടല്ലോ ഇയാള് മാനസിക സമ്മതം തെറ്റിക്കളയും. ഉപദ്രവിച്ച് പേടിക്കൊന്നും വേണ്ട, ഒരു TC എടുത്താൽ മതി. തീരും. ഞാൻ ഫസ്റ്റ് എടുക്കാം. അല്ല അവിടെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ആള് പൊട്ടനെ, രണ്ടാമത് കേട്ടാളും പൊട്ടൻ. ഇത് ഇന്ത്യയില് അത്യാവശ്യം ഫേമസ് ആണ്. ബ്രോ പറ ആലോചിക്കട്ടെ. ഞാൻ എനിക്ക് മോൻ കാണുന്നില്ല. പറ. അത് പോയി പറ. ഇതിനകത്ത് ബ്രോനെ പിടിക്കും. ഇത് ഒരു അഭിമാനമാണ് എല്ലാവരുടെയും. ഇന്ത്യക്കാരുടെ അഭിമാനമാണ്. ഇന്ത്യക്കാണല്ലേ? സൂപ്പർ. അതെ കണക്ട് ചെയ്യണ്ടേ. എനിക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോ എന്റെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നത് ജക്കുരിയാണ്. മനസ്സിലായി. ഇതെങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നേ? എന്താ അങ്ങനെ അനാവശ്യമായ പരവേശം വരുന്നുണ്ട്. നല്ല പരവേശം വരുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി വെള്ള കളറിലായിരിക്കും ഉള്ളത്.
പറ. ഇനി എന്നെ ആ. ഞാൻ ചെക്കിനെ പിടിക്കുന്നു. ഇത് ജഗ്ഗുചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. നിന്റെ ആവശ്യമായ അഭിനയം ഉണ്ടല്ലോ. പറ. ഓക്കെ, പറഞ്ഞോ. ഇനി ഇതിന്റെ ആവശ്യമില്ല. കേറി കാണാറുണ്ട്. ആ ഇത് എയറിലാണ് ഇതിന്റെ ഒരു മെയിൻ സംഭവം. അല്ല ഇതാ ഇപ്പൊ പറഞ്ഞു ഏറെ കാണാറുണ്ടെന്നുള്ള. ബാക്കി പറ, വേറെ പറ. എയറിൽ എന്താ സംഭവം? വേറെ പറ. സംഭവം ഇത് മുകളിലോട്ട് പോണ സാധനം. അതാ അവൻ ഏറെ കാണുന്നു പറഞ്ഞോണ്ടാ. ആണല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഇത് അഭിമാനാണ്. എല്ലാവർക്കും ഒരു അഭിമാനമാണെന്ന്. പറ പറ. ചത്താലും ഞാൻ ഇങ്ങനെ വിശ്വസിക്കത്തില്ല. ചത്താലും ഞാൻ വിശ്വസിക്കത്തില്ല. ഇങ്ങനെ കൂടി എടുത്ത് ഭയങ്കര കോൺഫിഡൻസ്. ആ നീ പറ. ആ പറയടാ. ആ ഇതാണ് ചെവിയിലൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയൽ നടക്കത്തില്ല. ഒന്നും പറയൽ നടക്കത്തില്ല. ചെവിയിൽ ഒന്നും പറയൽ നടക്കത്തില്ല. ആ നീ പറ. അതേടാ നീ ഇതിന് ഞാൻ നല്ലൊരു ക്ലൂ തരും. പോരെ, നീ പറഞ്ഞോ. ഇതിന് മൊനയൊക്കെ ഉണ്ട്. ആ ഇതിന് തീ വരും. ഇത് കൂടുതൽ രാത്രിയിലാണ് കാണപ്പെടുന്നത്. ഇത് കത്തും. അതിന് ഞാൻ പറഞ്ഞു തീ വരും. പിന്നെ കത്തുന്നു ഇടക്കുന്ന പുക വരും. ഭയങ്കര വലുതാ. അയ്യോ, അപ്പൊ ഇതിനെന്ത് ചെറുതില്ലേ? ഇതിന് കൊറേ വള്ളികളൊക്കെ ഉണ്ട്. ആ ഇടയ്ക്ക് ഈ ഒരു പദം നമ്മൾ കളിയാക്കാനും ഉപയോഗിക്കും. ഇതിന് സൗണ്ട് വരും. ഓ സൂപ്പർ. ആ അപ്പൊ കഴിഞ്ഞ്. ആ നീ പറഞ്ഞോ. എനിക്ക് ഇവനെയാ തോന്നുന്നത്. അടുത്ത ധൈര്യമായിട്ട് കണ്ടോ? നീ ആരാ പറഞ്ഞ? ആടണണ്ടില്ലേ? ഞാന് പറഞ്ഞേ. ഞാൻ അബി. ഞാനും അബി. അബി തന്നെയാ. അബി തന്നെയാ. ഞാൻ ഒരു പ്രാവശ്യം നോക്കട്ടെ, മറന്നുപോയി. രാത്രി കാണപ്പെടുന്ന റോക്കറ്റ് രാത്രി എങ്ങനെ റോക്കറ്റ്. ഞാൻ പടക്കം കത്തും, എയറിൽ പോകും, പുക വരും. ഒന്നും പറയാൻ പറ്റില്ല. ശരിയാ. പിന്നെ അത് കളിയാക്കാൻ ഉപയോഗിക്കുന്ന പക്ഷെ ജെക്കോന് എനിക്ക് എവിടെയോ ഡൗട്ട് അടിച്ചു. അത് എവിടെ ആയിരുന്നു? ഫസ്റ്റിലല്ലേ? എന്നിട്ട് ഇയാൾ എന്തിനാ അങ്ങനെ ലാഗ് വരുന്നേ? ഞാൻ റോക്കറ്റ് അഭിമാനം എന്ന് പറയുമ്പോൾ പൊന്തി പോണത് ഇന്ത്യക്കാർക്ക് ഒരു അഭിമാനം. ഗൈസ്, അപ്പൊ പോയിന്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളി നമുക്ക് 4 പേർക്കും ഓരോ പോയിന്റ് ഉണ്ട്. നിനക്ക് 0 പോയിന്റ്. കളി ജയിച്ചെന്ന് പറയുകയാണെങ്കിൽ കൊമ്പാറ്റ്. ഒരു പോയിന്റല്ലേ അത് ഞാൻ കാരണം. പോയിന്റ് സിസ്റ്റം പറയുമ്പോ തോറ്റ് നമുക്കതൊരു മരവിപ്പാവും. പിന്നെ അത് ശീലായിക്കോളൂ. അതാണിപ്പോ നിങ്ങൾക്ക് പ്രശ്നത്തില്ല. കണ്ടോ, കള്ളനാണ് ഇങ്ങനെ കേട്ടാ. എല്ലാത്തിലും ഓ സത്യം, നമ്മൾ ഇങ്ങനെ ഇമ്പോസ്റ്റർ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അറിയോ, ഇയാൾക്ക് ഓൾറെഡി മൈൻഡിൽ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല സംഭവം. ഞാനിവിടെ ഇത് ഇന്റലിജൻസ് അല്ലടാ, ഇത് ആക്ച്വലി ഇന്റലിജൻസ് അല്ല. നിങ്ങളുടെ കാര്യം എന്താന്നുള്ളത് ഞാൻ പറയുന്ന വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന നല്ല ഈഗോണ്ടല്ലേ. എത്ര പോയിന്റ്? എനിക്ക് ബ്രോയ്ക്ക് എത്ര പോയിന്റ്? പോയിന്റ് എത്ര? സോറി കൊമ്പാച്ച മസ് ഞാൻ സെക്കൻഡ് കേട്ടാ. ഞാൻ തേടില്ല, ഓർത്തുമില്ല. അപ്പൊ താഴെ ഫസ്റ്റ് സെക്കൻഡ്. നീ എപ്പോഴും തേടല്ല. ഗൈസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ലൈഫ് ലൈൻ വേണം. ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. നീ പോസ്റ്റർ മണ്ട. നിനക്കാ നിനക്കാ എന്താ എല്ലാവർക്കും ചുമക്കി ഇട്ട് കൊടുത്താ? ഞാൻ വെളിവില്ലാത്തൊരു ക്രൂവിനെ കൊണ്ടുവന്നിട്ട് എന്റെ ദൈവമേ ഒരു ഇമ്പോസ്റ്റർ കളിക്കാതിരുന്നേ. ആരും ഇമ്പോസ്റ്റർ ഞങ്ങള് കളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മണ്ടന്മാരായത്.
വിട്. ക്യാമറ പറയട്ടെ ആണല്ലേ? Guys, എന്റെ നോക്ക് വക്കരനെ കടിച്ചു. Guys. കടിച്ചിട്ട് കണ്ടോ? അന്റെ പാട് കണ്ടോ അത്? അത് ഒരു കാര്യമല്ലേ? പക്ഷെ അത് കാണിക്കാൻ പറ്റാത്ത പാർട്ടില്ല. അല്ല ഇല്ല ഞാൻ പറയട്ടെ, ഇത് ഫുള്ള് റെക്കോർഡിംഗ് ആയിരുന്നു, അതിന് മുമ്പേ റെക്കോർഡിംഗ് ആയിരുന്നു. ഇയാളുടെ അഭിനയെല്ലാം കണ്ട് മറ്റേ വെറുതെ ഇരുന്നിട്ട് വീഡിയോ റെക്കോർഡ് ഇട്ടപ്പോ ഇങ്ങനെ അയ്യോ കളിക്കുന്നില്ലേ, അതല്ലാണ്ട് കണ്ടോ? ഇതെന്താണോ തനിക്ക് വയ്യേ? ഇതെന്താ തനിക്ക് വയ്യേ? അതാണ് ചോദിക്കുന്നത്, തനിക്ക് വയ്യേ? എന്തെങ്കിലും ഇട്ട് കിട്ടി അങ്ങ് കിള്ളിക്കോണേ. കീറി വിട് കിട്ടണോ? ഞാനല്ല താനല്ല എന്റെ കൈ പിടിച്ചേക്കണം. എന്റെ കൈ പിടിച്ചേ